കേരളത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിശകലനവുമായി നമുക്കൊപ്പം അല്ലമീൻ ചേരുന്നുണ്ട്. ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മൂന്ന് മുന്നണികളും. വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. പാലക്കാട് നാളെയാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പാലക്കാട് പോലെ BJPക്ക് വളരെ വോട്ട് ബേസുള്ള ഒരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രി വരുന്നത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതുപോലെയുള്ള വലിയൊരു പ്രചരണത്തിനായിരിക്കും തുടക്കം കുറിക്കുക. ഒരു മാസ് എൻട്രി ആയിരിക്കും. ഒപ്പം UDFും LDFും തങ്ങളുടേതായ വാദമുഖങ്ങളിൽ ഉറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളുമായി UDFും, എന്നാൽ സർക്കാരിൻ്റെ നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളുമായി LDFും കളം നിറയുകയാണ്. അല്ലമീൻ ചേരുന്നു നമുക്കിപ്പം. അല്ലമീൻ, ഇനി 4 കോൺസ്റ്റിറ്റ്യുവൻസികളിലെ BJP സ്ഥാനാർത്ഥികളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ മത്സര ചിത്രവും പൂർത്തിയായിരിക്കുന്നു. മുന്നണികൾ പ്രചരണ രംഗത്ത് സജീവമായി. അവർ എല്ലാ മേഖലകളിലും തിരക്കിട്ട പ്രചരണ പരിപാടികളിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും. പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് പ്രോസസ്സുകളൊക്കെ നടക്കുന്നു. സമുദായങ്ങളുടെ വോട്ടൊക്കെ വളരെ നിർണായകമാണ്. നാളെ പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നുണ്ട്. അപ്പോൾ മൊത്തം പ്രചരണ രംഗം കൊഴുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്ന് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? അരുൺ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഹൈ വോൾട്ടേജിലേക്ക് കടക്കുകയാണ്. മുന്നണികൾ അതിനുവേണ്ട തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വളരെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായ ഉജ്ജ്വല വിജയം, അതിൻ്റെ ഒരു തനി ആവർത്തനവും അതിൻ്റെ ഒരു തുടർച്ചയും അവർ ലക്ഷ്യം വെക്കുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഒരു സീറ്റ് എന്ന നാണക്കേടിലേക്ക് കൂപ്പുകുത്തിപ്പോയി. അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇടതുമുന്നണി ലക്ഷ്യം. BJP സംബന്ധിച്ച് എന്തു വില കൊടുത്തും എന്തു വിധേനയും സംസ്ഥാനത്ത് ഇത്തവണ അക്കൗണ്ട് തുറക്കുക. അങ്ങനെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ 3 മുന്നണികൾക്കും വളരെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന്, പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കുന്നത് പല വിധത്തിലുള്ള തന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ട്. പ്രചരണം സജീവമായ സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളും സജീവമായി വരും. നമുക്കറിയാം, ഇന്നലെ തന്നെ പുതുതായ ഒരു വിഷയം, പുതിയൊരു വിഷയമല്ല, പക്ഷേ എന്നാൽ പോലും ആ വിഷയം കൂടുതൽ ചൂടുപിടിക്കുന്നുണ്ട്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജനും NDAയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബിസിനസ് ബന്ധമാണ് ഇപ്പോൾ സജീവ ചർച്ചയായി നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമവും അതുമായി ബന്ധപ്പെട്ട നിലപാടുകളും സജീവമായി തന്നെ ചർച്ചയിലുണ്ട്. ഈ വിഷയത്തിൽ ഇന്നലെ EP ജയരാജൻ ഉയർന്ന ആരോപണങ്ങൾക്ക് നിഷേധിച്ച് വന്നപ്പോൾ ചില ചിത്രങ്ങളും ചില രേഖകളുടെ പകർപ്പുകളും ഒക്കെ കോൺഗ്രസ് പുറത്തുവിടുകയാണ്. അതിനെ ഇനി എങ്ങനെ ഇടതുമുന്നണി പ്രതിരോധിക്കും, രാജീവ് ചന്ദ്രശേഖർ പ്രതിരോധിക്കും എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിലെ പ്രചരണ രംഗത്ത് കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളാണ്. ഒപ്പം പൗരത്വ ഭേദഗതി വിഷയം അത് തന്നെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ കേന്ദ്ര ബിന്ദു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം UDFിനും LDFിനും സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് ഉജ്ജ്വല വിജയം സമ്മാനിക്കുന്നതിന് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ ആ ഏകീകരണം ആർക്കൊപ്പം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് അനുകൂലമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അവർ ലക്ഷ്യം വയ്ക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള താരപ്രചാരക രംഗത്തേക്ക് ഇറങ്ങുന്നു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളോട് വിശദീകരിക്കുന്നു. അത് മുൻനിർത്തിയും വോട്ട് തേടുന്നു. അങ്ങനെ പ്രധാനമന്ത്രി വന്ന് BJPക്ക് വേണ്ടി ഒരു കോളിളക്കം സൃഷ്ടിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് UDFിൻ്റെ പ്രധാനപ്പെട്ട തുറുപ്പുചീട്ട്. അദ്ദേഹം സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്. രാഹുൽ ഗാന്ധി കൂടി മണ്ഡലത്തിലേക്ക് വരുന്നതോടുകൂടി ന്യൂനപക്ഷ ഏകീകരണവും അതുപോലെ തന്നെ വലിയ തരംഗവും UDFിന് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ളതാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. കേന്ദ്ര നേതാക്കൾ UDFിനും BJPക്കും വേണ്ടി രംഗത്തേക്ക് വരുമ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ സംസ്ഥാനത്തെ താരപ്രചാരകൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ കൊണ്ടും കൊടുത്തും പ്രചരണരംഗം കൊടുത്തുകയറുന്നൊരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ തുടർച്ച ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. പല വിധത്തിലുള്ള അവകാശവാദങ്ങൾ മുന്നണികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ അവകാശവാദങ്ങളും പ്രതീക്ഷകളും അവർ പറയുമ്പോഴും പല നിർണായക മണ്ഡലങ്ങളിലും സാമുദായിക സമവാക്യങ്ങൾ, മറ്റു പല സമവാക്യങ്ങൾ, അവിടെയെല്ലാം അടിയൊഴുക്കുകൾ. ഈ അടിയൊഴുക്കുകളിൽ വലിയ തരത്തിലുള്ള ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട്. അത് പ്രചരണരംഗം ഇനി അങ്ങോട്ട് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഈ അടിയൊഴുക്കുകൾ ആർക്ക് അനുകൂലമാകും, ആർക്കെതിരാകുമെന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല മണ്ഡലങ്ങളിലും, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും ആര് വിജയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് 3ാം സ്ഥാനത്തേക്ക് ആര് പോകുമെന്നുള്ളതും നിർണായകമാണ്. അങ്ങനെ 3ാം സ്ഥാനത്തേക്ക് പോകാതെ 2ാം സ്ഥാനത്ത് സേഫ് ആവുക എന്നുള്ള ലക്ഷ്യവും പല മണ്ഡലങ്ങളിലും പല മുന്നണികൾക്കുമുണ്ട്. അങ്ങനെ പല അർത്ഥത്തിൽ പ്രധാനമാണ്, സുപ്രധാനമാണ്, നിർണായകമാണ്, ശ്രദ്ധേയമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളെല്ലാം മെനഞ്ഞ് ആവനാഴിയിലെ അസ്ത്രങ്ങൾ അത്രയും പ്രയോഗിച്ചുകൊണ്ട് മുന്നേറാൻ തന്നെയാണ് 3 മുന്നണികളുടെയും തീരുമാനം. അരുൺകുമാർ, അല്ലമീൻ, എല്ലാ അസ്ത്രങ്ങളും മൂർച്ച കൂട്ടി മുന്നണികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 3 മുന്നണികളും പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടിയാണ്. 38 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഈ താപനിലയെ പോലും മറികടക്കുന്ന ആവേശ ചൂടാണ് എല്ലാ പ്രചരണത്തിനിറങ്ങുന്ന പ്രവർത്തകർക്കുമുള്ളത്. നമ്മളത് കാണുന്നു.